നമസ്കാരം. നടൻ മുകേഷിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സരിത എന്ന പഴയ അഭിനേത്രിയുടെ ഒരു അഭിമുഖം കാണാനിടയായി. ഇവരുടെ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ. ഇന്ത്യ വിഷൻ എന്നൊരു പഴയകാല ചാനലുണ്ട്. പൂട്ടിപ്പോയ കേരളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനൽ. ആ ചാനലിലെ അവതാരകയായിരുന്ന വീണ ജോർജ്, രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന വീണ ജോർജിന്റെ ഒരു അഭിമുഖത്തിൽ സരിത നടത്തിയ ചില തുറന്നു പറച്ചിലുണ്ട് മുകേഷുമായിട്ടുള്ള കുടുംബ ജീവിതത്തെ സംബന്ധിച്ച്. അത് കേട്ടതിന് ശേഷം തുടക്കത്തിലെ പറയുന്ന ഒരു കാര്യമാണ്, മുകേഷിന് ഒരു ഇടതുപക്ഷക്കാരനായിട്ട് നിലനിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനെ ചെളി വാരി എറിയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ അഭിനയ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ അന്വേഷണം നടക്കട്ടെ. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ ഒരിക്കലും വിയോജിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ. കാര്യം അതൊരു ഊഹാപോഹങ്ങളാകാം എന്ന് വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഈ വിഷയത്തിൽ ഒരു കുടുംബ ജീവിതത്തിനുള്ളിൽ മുകേഷ് എന്ന അതിക്രൂരനായിട്ടുള്ള ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മെന്റൽ ടോർച്ചറിങ്, ശാരീരികമായിട്ടുള്ള ആക്രമണം, എന്തിനേറെ പറയുന്നു, പ്രഗ്നൻസി കാലഘട്ടത്തിൽ അവരുടെ വയറ്റിൽ ചവിട്ടിയ ഒരു ക്രൂരനായിട്ടുള്ള ഭർത്താവാണ് മുകേഷ് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഒരു ഇടതുപക്ഷക്കാരന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് നടക്കാനുള്ള അർഹതയില്ല, അവകാശമില്ല എന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ദയവ് ചെയ്തു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരും തയ്യാറാകരുത്. അദ്ദേഹം പരമ്പരാഗതമായ ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒ മാധവൻ പഴയ നാടകകൃത്താണ്, സിനിമാ അഭിനേതാവാണ്. അതിന്റെ പിൻപറ്റിയാണ് മുകേഷും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ നമ്മൾ അഭ്രപാളികളിൽ കണ്ട മുകേഷിനപ്പുറം കുടുംബജീവിതങ്ങളിലെ മുകേഷ് എന്ന് പറഞ്ഞാൽ സിനിമകളിൽ കണ്ട് പരിചരിച്ചതിനേക്കാൾ ഒരു വലിയ ക്രൂരനായിട്ടുള്ള കഥാപാത്രമായിട്ട് വേണം കാണാൻ. കാര്യം ഒരു സ്ത്രീ മനസ്സ് തുറക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന ആ മെന്റൽ ട്രോമ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരികയാണ്. മുകേഷിന്റെ അച്ഛന് കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു പറയാതിരുന്ന പല കാര്യങ്ങളും, ഡിവോഴ്സ് പോലും വാങ്ങാതെ മറ്റൊരു വിവാഹം നടത്തിയ സന്ദർഭത്തിൽ അവർ ഒരു മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറയുകയാണ്. ആ തുറന്നു പറയുമ്പോൾ സ്വന്തം മക്കൾ, അതായത് മുകേഷിലൂടെ ജനിക്കപ്പെട്ട 2 ആൺകുട്ടികളുടെ കാര്യങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്നത് കേട്ടാൽ ഒരു കുടുംബം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകേഷ് എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ഈ കാണുന്ന മുകേഷിനപ്പുറം യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത മറ്റൊരു മുകേഷ് ഉണ്ട്. പക്ഷേ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഭിനയിച്ച് ജീവിതത്തിലും പ്രതിഫലിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന സന്ദർഭങ്ങളിലൊന്നും ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയോ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യാതൊരു വീഡിയോയും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ദീപ നിശാന്ത് എന്ന് പറയുന്ന ഇടത് സഹയാത്രിയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അധ്യാപിക ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്തപ്പോഴാണ് അതിനുള്ളിൽ കയറി ആ വീഡിയോ കാണാനിടയായത്. ആ വീഡിയോയിൽ ആ സ്ത്രീ കൃത്രിമത്വമായി ഒന്നും പറയുന്നതായി തോന്നിയില്ല. അനുഭവിച്ച ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് മുന്നിൽ വിശദീകരിക്കുകയാണ്. തൊണ്ട ഇടറിപ്പോകുന്നുണ്ട്, സങ്കടപ്പെട്ടു പോകുന്നുണ്ട്, വല്ലാത്ത തോതിലുള്ള നിസ്സഹായ അവസ്ഥ ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരു വ്യക്തി എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം കുടുംബത്തെ, നമ്മൾ വിസുഗുരുവിനെ കുറിച്ച് പറയും, ഒരു കുടുംബത്തെ നോക്കാൻ ശേഷിയില്ലാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെ സേവിക്കാൻ കഴിയുക? അതുപോലെയാണ് മുകേഷിന്റെ അടുത്തും ചോദിക്കാൻ ഉന്നയിക്കുന്ന കാര്യം. സ്വന്തം കുടുംബത്തെ നോക്കാൻ ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ അവരെ അതിക്രൂരമായി ഈ നമ്മുടെ ഗാർഹിക പീഡനം എന്ന് പറയില്ലേ, അതിന് ഇരയാക്കി, അതിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പീക്കസ്റ്റ് ഫോമിൽ അവരെ ഇരയാക്കിയ വ്യക്തിക്ക് എങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി ഈ മനുഷ്യരെ അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ സേവിക്കാൻ കഴിയുന്നത്? ഇപ്പോ ദാമ്പത്യ ബന്ധമാകുമ്പോൾ പരസ്പരം യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിഞ്ഞ് ജീവിച്ച് മറ്റ് ജീവിതം തുടങ്ങുന്നതിന് വിയോജിപ്പുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഒരു ദാമ്പത്യത്തിനകത്ത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് അതിന് ഇരയാക്കപ്പെട്ട വ്യക്തി തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ, അതെന്തുകൊണ്ട് സമൂഹം ചർച്ച ചെയ്യുന്നില്ല? അന്ന് ഈ വിഷയം പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ നടൻ എന്നുള്ള നിലയ്ക്കും ഒരു പ്രമുഖൻ എന്നുള്ള നിലയ്ക്കും വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖമാണെന്ന് തോന്നുന്നു. കാര്യം ആ അഭിമുഖം പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം 5-6 വർഷങ്ങൾക്ക് പുറകിലായിരിക്കണം. കാര്യം അതിന് മുന്നേ ആണ് ഈ ചാനലൊക്കെ പൂട്ടിപ്പോയത്. അതിനും കുറച്ച് വർഷം കൂടി പുറകിലോട്ട് പോകണമായിരിക്കും. ചിലപ്പോൾ 10 വർഷത്തിന് അടുപ്പിച്ചാകണം ഇന്ത്യ വിഷൻ എന്ന ചാനൽ നിന്ന് പോയിട്ട്. ആ ചാനൽ അവസാനിച്ചതിന് ശേഷവും അതിനകത്തെ അഭിമുഖം, അന്ന് ഇത് തുറന്നു പറച്ചിലുണ്ടാകുമ്പോൾ ഒരു പക്ഷേ മുകേഷ് ഒരു രാഷ്ട്രീയ പ്രതിനിധിയല്ല, അല്ലെങ്കിൽ
ഒരു പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം ജനപ്രതിനിധിയായിട്ടുമില്ല. പക്ഷെ ജനപ്രതിനിധി ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം ഇന്നത്തെ കാലഘട്ടത്തിൽ പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പോ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണല്ലോ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും മുകേഷിനെ വിമർശിക്കുകയോ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്വന്തം കുടുംബജീവിതത്തിനകത്ത് ഇത്രമാത്രം ക്രൂരനായ, ഇത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെ വളരെ ദയാവായ്പോടുകൂടി കേൾക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ കഴിയുക? അതുകൊണ്ട് ഒരു നിമിഷം പോലും നിങ്ങൾ ഇനി ഇടതുപക്ഷക്കാരനാണെന്ന് പറയരുത്. നിങ്ങൾ ഒരു ക്രൂരനായ ഒരു പുരുഷാധികാരത്തിന്റെ, ആണധികാരത്തിന്റെ മേലങ്കി അണിഞ്ഞിരിക്കുന്ന, അത് പുറത്തു കാണിക്കാത്ത ഒരു മാടമ്പി സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പറയേണ്ടി വരികയാണ്. അച്ഛനും അല്ലെങ്കിൽ നിങ്ങളൊക്കെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതല്ല, നിങ്ങളെക്കാൾ ഹൈറ്റ്സിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീട്ടിനകത്ത് നിങ്ങൾ അവരെ ക്രൂരമായി പീഡിപ്പിച്ചതും, ആ റിലേഷൻ തുടരുമ്പോൾ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നെന്നും, ഒടുവിൽ ഡിവോഴ്സ് പോലും കൊടുക്കാതെ ആ സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ഈ സമൂഹത്തിന്റെ മുന്നിൽ? നിങ്ങൾ എന്ന മനുഷ്യൻ എന്തൊരു കാപട്യമാണ്! നിങ്ങൾ ഇപ്പോഴും കൃത്രിമമാകുകയാണ്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ കൂടുതൽ സ്ഥിരീകരിക്കാൻ അവസരമുണ്ടാക്കുന്നതും സ്വന്തം ഭാര്യയുടെ ആ തുറന്നു പറച്ചിലാണ്. ഡിവോഴ്സായി രണ്ട് പാത്രമായി നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും, അതിനുശേഷം വിവാഹം കഴിച്ച പലതും നിങ്ങൾ ഡിവോഴ്സ് ആകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, അതിനൊക്കെ കാരണം എന്തെന്ന് ആലോചിച്ചാൽ ഈ സരിതയുടെ മറുപടികളിൽ ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നിലയ്ക്ക്, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിയാകാനും നിങ്ങൾക്ക് യോഗ്യതയില്ല തന്നെ. കാര്യം, നിങ്ങൾ ചെയ്ത ക്രൂര കൃത്യങ്ങളുടെ ഒരു തുറന്നു പറച്ചിൽ കേൾക്കുമ്പോൾ ഒരു മനുഷ്യനാണോ നിങ്ങളെന്ന് ചോദിച്ചു പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആകാൻ കഴിയുന്നത്? സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മറ്റൊരാളായി മാറുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചൊക്കെ പലരും വിളമ്പുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വളർന്നിരിക്കുന്നതെന്നും, ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബത്തെ നോക്കാൻ പോലും ശേഷിയില്ലാത്ത വ്യക്തിയായിരുന്നു എന്നും, ക്രൂരമായ സ്ത്രീകളെ വീട്ടിനകത്തേക്ക് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണെന്നൊക്കെ അറിയുമ്പോൾ ഇപ്പോ ചോദിക്കും, നീ ഇതൊന്നും വീട്ടിൽ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന, ഞാനൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ ഉണ്ടാകുന്നുമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതുവരെ ഇത്രയും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങളൊന്നും ഒരു സ്ത്രീയോടും കാണിച്ചിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ്. ഈ സ്ത്രീകളുമായിട്ടുള്ള ഏത് കാര്യങ്ങൾ നോക്കിയാലും ഇത്രമാത്രം എതിരഭിപ്രായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതയൊക്കെ ഉണ്ട്. അതൊക്കെ നിലപാടുകളുടെ പ്രശ്നമാണ്. പക്ഷേ ഇതെന്താണ്? ഇങ്ങനെയൊന്നും എന്നെക്കുറിച്ച് ഒരു സ്ത്രീയും ഈ ലോകത്ത് പറയില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന പ്രവർത്തനം കൊടും ക്രൂരകൃത്യമാണ്. സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു സൈക്കോ ആയ മനസ്സുള്ള ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ പ്രവൃത്തി ചെയ്ത നിങ്ങൾ ഇനി ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് അടിവരയിട്ട് തന്നെ പറഞ്ഞു വെക്കുകയാണ്.